വിഭാഗീയതയും മുതിർന്ന നേതാക്കന്മാരുടെ കൊഴിഞ്ഞുപോക്കും തീർത്ത പ്രതിസന്ധിക്കിടെ CPM ജില്ലാ സമ്മേളനങ്ങൾക്ക് നാളെ തുടക്കം. സംസ്ഥാന നേതൃത്വത്തിനെതിരെയും സർക്കാരിനെതിരെയും ഉയർന്ന വിമർശനങ്ങൾ ജില്ലാ സമ്മേളനങ്ങളിലും തുടർന്നേക്കും. CPM ശക്തി കേന്ദ്രങ്ങളിലെ തമ്മിത്തല്ലും ചർച്ചയ്ക്ക് വരും. അതേസമയം മാറിയുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങളും ജില്ലാ സമ്മേളനങ്ങളിൽ നിർണായകമാകും. പിണറായിയെ തിരുത്താൻ പോകുന്ന സംസ്ഥാന നേതൃത്വത്തിനുള്ള അടിത്തറ പാകാനും വിമതപക്ഷം സമ്മേളനങ്ങളിൽ ശ്രമിക്കും. വി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, വിഭാഗീയതയും മുതിർന്ന നേതാക്കന്മാരുടെ കൊഴിഞ്ഞുപോക്കും തീർത്ത പ്രതിസന്ധിക്കിടെയാണ് CPM ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കമാകുന്നത്. സംസ്ഥാന നേതൃത്വത്തിനെതിരെയും സർക്കാരിനെതിരെയും ഉയർന്ന വിമർശനങ്ങൾ അത് ജില്ലാ സമ്മേളനങ്ങളിലും തുടരാനുള്ള സാധ്യതയാണുള്ളത്, അല്ലേ? തീർച്ചയായിട്ടും ഏരിയ സമ്മേളനങ്ങൾ കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് CPM ജില്ലാ സമ്മേളനങ്ങളിലേക്ക് കടക്കുന്നത്. നാളെ കൊല്ലം ജില്ലാ സമ്മേളനത്തിനും കൂടെ തുടക്കം കുറിക്കുന്നതോടുകൂടിയാണ് സംസ്ഥാനത്തെ 14 ജില്ലകളുടെയും സമ്മേളനങ്ങൾ ആരംഭിക്കുക. എന്തായിരുന്നാലും പാർട്ടിക്കുള്ളിൽ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത്. ഏരിയ സമ്മേളനങ്ങളിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ അണികൾക്കിടയിൽ അമർഷവും ശക്തമായി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പോലീസ് നടപടി പാർട്ടിക്ക് ദോഷം ചെയ്യുന്ന ഘട്ടത്തിൽ പല ഘട്ടങ്ങളിലായി ഉയരുന്ന സാഹചര്യമുണ്ടായി എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ പല ഘട്ടങ്ങളിലായി അണികൾ നേതാക്കൾക്ക് മുന്നിൽ പരിഭവം പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ നിലനിൽക്കെയാണ് ഏരിയ സമ്മേളനങ്ങൾ നടന്നത്. ഈ ഏരിയ സമ്മേളനങ്ങളിൽ മുതിർന്ന CPM നേതാക്കൾ അടക്കമുള്ളവർ മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. CPM ഇതുവരെ കാണാത്ത തരത്തിലുള്ള സമാനതകളില്ലാത്ത പ്രശ്നങ്ങളിലേക്ക് CPM കടക്കുന്നു. പ്രത്യേകിച്ച് അച്ചടക്കമുള്ള പാർട്ടി നേതാക്കൾ എന്ന് CPM ഘോരം പ്രസംഗിക്കുമ്പോൾ നിലവിൽ പാർട്ടി നേതൃത്വത്തിന് പ്രവർത്തകരെ അച്ചടക്കപരമായി നിലനിർത്താൻ സാധിക്കുന്നില്ല. ഒപ്പം തന്നെ നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കും പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകാനുള്ള ഒരു സാധ്യത തന്നെ നിലനിൽക്കുന്നുണ്ട്. ആലപ്പുഴയിൽ CPM നേതാവ് BJPയിൽ ചേർന്നു. തിരുവനന്തപുരത്ത് മുൻ ഏരിയ സെക്രട്ടറി തന്നെ നേരിട്ട് CPMൽ നിന്ന് BJPയിലെത്തി. BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്തി അംഗത്വം സ്വീകരിക്കുന്നു. കുടുംബങ്ങൾ അടക്കമുള്ളവർ അത്തരത്തിൽ അംഗത്വം സ്വീകരിക്കുന്നു. പാർട്ടി നേതാക്കൾ വരുന്നതോടൊപ്പം തന്നെ പാർട്ടികളുടെ നിരവധി അണികൾ ഇത്തരത്തിൽ പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നു. ഒപ്പം തന്നെ മറ്റു ഇതര രാഷ്ട്രീയ പാർട്ടികളിലേക്കൊക്കെ പോകുന്ന സാഹചര്യം. സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് CPM കടക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുകയാണ് നാളെ ജില്ലാ സമ്മേളനങ്ങൾ ആരംഭിക്കുന്നത്. ഒപ്പം വിഭാഗീയതയുടെ കൊടുമുടിയിലാണ് ഇപ്പോൾ CPM നേതൃത്വം എത്തി നിൽക്കുന്നത്. കാരണം പല ഘട്ടങ്ങളിലായി ഏരിയ സമ്മേളനങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചത് അത്തരത്തിൽ തന്നെയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ കോണുകളിൽ പലയിടങ്ങളിലായി വിമത സ്വരങ്ങൾ ഉയരുന്ന സാഹചര്യം. ഏരിയ കമ്മിറ്റി ഓഫീസ് പോലും നിർമ്മിക്കുന്ന ഒരു CPM വിമത കമ്മിറ്റി ഓഫീസ് പോലും നിർമ്മിക്കുന്ന ഘട്ടങ്ങളിലേക്ക് പ്രവർത്തകർ എത്തുന്നു. അങ്ങനെ അടിമുടി പാർട്ടി ഉലഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ഈ ജില്ലാ സമ്മേളനങ്ങൾ അവസാനിക്കുമ്പോൾ ഏത് തരത്തിലാകും പാർട്ടിയുടെ ഒരു ഘട്ടം അല്ലെങ്കിൽ ഒരു ചട്ടക്കൂട് എന്ന് തന്നെ നോക്കി കാണേണ്ടിയിരിക്കുന്നു. കാരണം സമാനതകളില്ലാത്ത പ്രശ്നങ്ങളിലേക്ക് തന്നെയാണ് CPM നേതൃത്വം കടന്നു പോകുന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും വലിയ തോതിലുള്ള വിമർശനങ്ങൾ പോലീസ് സേനയ്ക്കെതിരെ പാർട്ടി നേതാക്കൾ നടത്തുന്ന ഒരു ഘട്ടമുണ്ടായി. അത് സർക്കാരിന്റെ ഭരണപരാജയം എന്ന തരത്തിൽ തന്നെയാണ് പാർട്ടി നേതാക്കൾ അടക്കം പറയുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുന്നതും. ഇതെല്ലാം ഈ ജില്ലാ സമ്മേളനങ്ങളിൽ ചർച്ചയാക്കാനാണ് സാധ്യത. ആദ്യ ജില്ലാ സമ്മേളനം നാളെ കൊല്ലത്താണ് ആരംഭിക്കുന്നത്. കൊല്ലം ജില്ലാ സമ്മേളനങ്ങളോട് കൂടിയാണ് CPMന്റെ മറ്റു ജില്ലകളിലുള്ള സമ്മേളനങ്ങൾ ആരംഭിക്കുന്നത്. വിനീഷ, ഈ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും സർക്കാരിനെതിരെയും ഈ ഏരിയ സമ്മേളനങ്ങളടക്കം വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അത് ഇപ്പോൾ പറഞ്ഞ പോലെ ശക്തി കേന്ദ്രങ്ങളടക്കം തമ്മിത്തല്ല് അടക്കം അതിലേക്ക് വരെ പോകുന്ന കാഴ്ച. പാർട്ടിക്കെതിരെ പരസ്യമായി തന്നെ ആളുകൾ അല്ലെങ്കിൽ പാർട്ടിയിലുള്ള ആളുകൾ തന്നെ ഏരിയ സമ്മേളനത്തിലടക്കം അല്ലെങ്കിൽ അതിന് പുറത്ത് പരസ്യമായി പ്രതിഷേധത്തിലേക്കടക്കം വരുന്നു. ഇത് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ഇതിന് തടയിടാൻ സംസ്ഥാന സെക്രട്ടറി നേരിട്ട് എത്തുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ഒട്ടേറെ സംഭവവികാസങ്ങൾക്കൊടുവിലാണ് എന്തായാലും ജില്ലാ സമ്മേളനങ്ങൾ ആരംഭിക്കാനിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ശക്തി കേന്ദ്രങ്ങളടക്കം ഈ തമ്മിത്തല്ലെല്ലാം ഇപ്പോൾ അതിൻ്റെ ഒരു തുടർ സംഭവവികാസങ്ങൾ ജില്ലാ സമ്മേളനങ്ങളിലേക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ?
തീർച്ചയായിട്ടും. കാരണം ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങളിലും ബ്രാഞ്ച് സമ്മേളനങ്ങളിലും ഒപ്പം തന്നെ ഏരിയ സമ്മേളനങ്ങളിലൊക്കെ തന്നെ ഉയർന്നു വന്ന ആ ആക്ഷേപങ്ങൾ ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർ അല്ലെങ്കിൽ ഏരിയ സെക്രട്ടറിമാർ കൃത്യമായി തന്നെ പാർട്ടി ജില്ലാ ഘടകത്തിൽ റിപ്പോർട്ടായി നൽകാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് റിപ്പോർട്ടായി നൽകേണ്ടതുണ്ട്. ആ റിപ്പോർട്ടുകൾ പരിശോധിക്കുന്ന സമയത്ത് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് പാർട്ടി നേതാക്കൾ പാർട്ടി വിട്ടുപോകുന്ന സാഹചര്യം, അണികൾക്കിടയിലുള്ള വിമർശനങ്ങൾ, സർക്കാരിനെതിരെ ഉയർന്ന വിവാദ വിഷയങ്ങൾ, ഇതെല്ലാം തന്നെ പല ഘട്ടങ്ങളിലായി ഏരിയ സമ്മേളനങ്ങളിൽ ഉയർന്നു വന്നു. ഈ ഏരിയ സമ്മേളനങ്ങളിൽ ഉയർന്നു വന്ന വിഷയങ്ങൾ റിപ്പോർട്ടായി തന്നെ പാർട്ടി ജില്ലാ ഘടകത്തിൽ മേൽ അറിയിക്കും. ജില്ലാ സമ്മേളനങ്ങളിലും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യും എന്നതാണ് പാർട്ടിയുടെ ഒരു ഘടന. ആ ഘടനയുടെ അടിസ്ഥാനത്തിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത് വലിയ രീതിയിൽ പാർട്ടിക്ക് ദോഷം ചെയ്യാൻ അല്ലെങ്കിൽ CPM-നെ ദോഷം ചെയ്യാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും ഏരിയ സമ്മേളനങ്ങൾ കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ വിമത സ്വരങ്ങൾ വീണ്ടും പാർട്ടിക്കുള്ളിൽ ശക്തമായി തന്നെ ഉയരുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി പാർട്ടി നേതാക്കൾ പാർട്ടി വിടുന്ന ഒരു സാഹചര്യം, ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ പല ഇടപെടലുകളും അത് വിവിധ വിവാദങ്ങളിലേക്ക് പാർട്ടിയെ തള്ളിവിട്ടു, സർക്കാരിനെ തള്ളിവിട്ടു. അത് പാർട്ടിക്ക് ദോഷം ചെയ്തു എന്ന തരത്തിലുള്ള വിലയിരുത്തലാണ് CPM-നുള്ളിൽ തന്നെ നടക്കുന്നത്. ഈ ഘട്ടത്തിലാണ് ജില്ലാ സമ്മേളനങ്ങൾ എന്നതാണ് ശ്രദ്ധേയം. എന്തായിരുന്നാലും പാർട്ടിക്ക് വരും ദിവസങ്ങളിൽ ഇത്തരം വിഷയങ്ങളിൽ പാർട്ടിക്കുള്ളിൽ ചർച്ചയാകും. ഒപ്പം തന്നെ നേതാക്കൾ അധികമായി തന്നെ പണം സമ്പാദിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു ആക്ഷേപം, അത് CPM-നുള്ളിൽ ഈ ഒരു ബ്രാഞ്ച് സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങളും കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് CPM നേതാക്കൾക്കിടയിൽ നേരത്തെ പാവപ്പെട്ടവന്റെ പാർട്ടി എന്ന് പറഞ്ഞിരുന്ന CPM നേതാക്കൾ ഇപ്പോൾ പണക്കാരുടെ പാർട്ടിയായി മാറുന്നു. CPM-ന്റെ ഏരിയ സെക്രട്ടറിമാരും മറ്റ് ഉന്നത CPM നേതാക്കളുമെല്ലാം തന്നെ അധികമായി പണം സമ്പാദിക്കുന്നു. ഇവരുടെ പണസ്രോതസ് എവിടെ നിന്ന് സാധാരണ അണികൾ ചോദ്യമുയർത്തുന്ന ഘട്ടത്തിലേക്കൊക്കെ പാർട്ടി എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം വിമർശനങ്ങളും ജില്ലാ സമ്മേളനങ്ങളിൽ ഉണ്ടാകാനാണ് സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഏറെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ തന്നെയാണ് CPM കേരള ഘടകം മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. നിഖിൽ. ശരി, വിനീഷ വിഭാഗീയതയും മുതിർന്ന നേതാക്കന്മാരുടെ കൊഴിഞ്ഞുപോക്കും തീർത്ത പ്രതിസന്ധിക്കിടെ CPM ജില്ലാ സമ്മേളനങ്ങൾക്ക് നാളെ തുടക്കമാവുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു വിനീഷ്.